शिवोऽहं 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 चिदानन्दरूप शिवोऽहं शिवोऽहम्। नमः शम्भवे च मयो भवे च नमः शङ्कराय च मयस्कराय च नमः शिवाय च शिवतराय च। ഓം നമഃ ശിവായ. ഓം ശക്തി. എല്ലാവർക്കും മംഗളാശംസകൾ നേർന്നുകൊണ്ട് ശിവരാത്രി വ്രതത്തെക്കുറിച്ച് അല്പം ചിന്തിക്കാം. ഈ വർഷത്തെ ശിവരാത്രി അതിവിശിഷ്ടമാണ്. കാരണം 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പ്രയാഗ്രാജ് മഹാകുംഭിൻ്റെ സമയമാണ് ശിവരാത്രി. ഈ ശിവരാത്രിയോടുകൂടി ഏകദേശം കുംഭമേളയിലെ ചടങ്ങുകളെല്ലാം അവസാനിക്കുന്നു. അപ്പോൾ ഈ ശിവരാത്രി, ഇതുപോലൊരു ശിവരാത്രി ഇനി വരണമെങ്കിൽ 144 വർഷങ്ങൾ നമുക്ക് പിന്നിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ശിവരാത്രി വളരെ അധികം പ്രാധാന്യമേറിയതാണ്. ഈ ശിവരാത്രിയുടെ മാഹാത്മ്യം വളരെ അധികം ഉയരത്തിലാണ്. പാലാഴി മഥന സമയത്ത് കുംഭമാസത്തിലെ ചതുർദശി ദിനം പാലാഴി മഥന സമയത്ത് പാലാഴി മഥനം ചെയ്തപ്പോൾ അതിൽ നിന്നും ഉയർന്നു വന്ന ഹാലാഹലം എന്ന ആ മഹാകാഠിന്യമേറിയ വിഷത്തെ ലോക ഉപകാരപ്രദമാക്കി ലോകത്തിന് നാശമുണ്ടാകാതെ ഇരിക്കുന്നതിന് ലോകോപകാരമായിട്ട് ഭഗവാൻ പരമശിവൻ പാനം ചെയ്ത ദിവസമാണ് ശിവരാത്രി. അതാണ് അതിൻ്റെ കഥ അല്ലെങ്കിൽ ചരിത്രം. കഥ എന്തുമാകട്ടെ, ആ കഥയിലെ കാര്യമാണ് നമുക്കിവിടെ അന്വേഷിക്കാനുള്ളത്. വ്രതം, വ്രഞ്ഞ് വരണേ എന്നതാണ് ധാതു. വിശേഷേണ ഋതം, ജീവിതത്തെ ഒരു പ്രത്യേക ശൈലിയിൽ മാറ്റിയെടുക്കുന്നതിനെയാണ് വിശേഷേണ ഋതം എന്ന് പറയുന്നത്. ആ വ്രതം എന്നത് നാം ഓരോ ഉപാസകനും സ്വയമേവ സ്വീകരിക്കുന്ന കർത്തവ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, കർത്തവ്യപാലനം അല്പം ബുദ്ധിമുട്ടേറിയതാണ്. അതിൻ്റെ പാത സുഗമമല്ല, കുറച്ച് ബുദ്ധിമുട്ടേറിയതാണ്. കാരണം കർത്തവ്യപാലനത്തിന് പല ഇടപെടലുകളും ഉണ്ടാവാം. നമ്മിൽ നിന്ന് തന്നെയോ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നോ, ആധിദൈവികം, ആധിഭൗതികം, ആധ്യാത്മികം, അങ്ങനെ 3 തലങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ പലതും വരാം. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളെ എല്ലാം എവിടെ നിന്നാണ് വരുന്നത് എന്നും നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. നമ്മിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമുക്കുള്ള ബാധയാണ് എന്നും നമുക്ക് തിരിച്ചറിയാനായിട്ട് ഒരുപക്ഷെ സാധിച്ചു എന്ന് വരില്ല. അപ്പം അതിന് നാം എപ്പോഴും ജാഗരൂകരായിരിക്കണം. എവിടെ നിന്നാണ് ഒരു തടസ്സം? ഉത്തിഷ്ഠത, എഴുന്നേൽക്കൂ, ഉറങ്ങിക്കിടക്കരുത്, എഴുന്നേൽക്കുക. എഴുന്നേറ്റാൽ മാത്രം പോരാ, ഉണർന്നു കിടന്നാൽ മാത്രം പോരാ, എഴുന്നേറ്റിരിക്കണം. പിന്നെയോ ഉത്തിഷ്ഠത, എഴുന്നേറ്റ് നിൽക്കണം. ഉണർന്ന് ഇരുന്നാലും കിടന്നാലും വീണ്ടും ഉറക്കത്തിലേക്ക് പോകാം. അതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് നിന്ന് തൻ്റെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും നീക്കുവാനായിട്ട് ചുറ്റുപാടും സദാസമയവും നമുക്ക് നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എവിടെ നിന്നാണ് ബാധ വരുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കണം. അപ്പോൾ ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യ വരാൻ നിബോധത. വരാൻ പ്രാപ്യ, വരന്മാരായിട്ടുള്ളവരെ ബോധോദയത്തിനായിട്ട് നാം പ്രാപിക്കണം. വരന്മാർ എന്നാൽ സ്വീകരിക്കുവാനായിട്ട് യോഗ്യന്മാരായിട്ടുള്ളവർ, സ്വീകരിക്കാൻ യോഗ്യന്മാരായിട്ടുള്ള തത്വദർശികളായിട്ടുള്ള സജ്ജനങ്ങളെ സമീപിച്ച് അവരിൽ നിന്നും ഉപദേശത്തെ നേടണം. അങ്ങനെ പ്രാപ്യന്മാരായിട്ട് തീരാനായിട്ട് അവരെ പ്രാപിച്ചുകൊണ്ട്, വരന്മാരെ പ്രാപിച്ചുകൊണ്ട് നമുക്കും ആ യോഗ്യത ഉണ്ടാകുവാനായിട്ട് നാം ശ്രദ്ധിക്കണം. അതാണ് പ്രാപ്യവരാൻ നിബോധത. അങ്ങനെ ഒരു തത്വദർശിയെ, ഒരു തത്വജ്ഞാനിയെ സമീപിച്ചുകൊണ്ട് നാം അവരിൽ നിന്നും ഉപദേശത്തെ സ്വീകരിക്കണം. അവരിൽ നിന്നും ഉപദേശത്തെ സ്വീകരിക്കണം. തദ്വിധി
പ്രതിപാദേ തദ് വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. എങ്ങനെയാണ് ഒരു ഗുരുവിനെ സമീപിക്കേണ്ടത്? വിനയപൂർവം ശ്രദ്ധയോടുകൂടി വേണം നാം അവരെ സമീപിക്കുവാനായിട്ട്. ഉപദേശയന്തി തേ ജ്ഞാനം ജ്ഞാനാത് തത്വദർശിന. ഭഗവത്ഗീതയിൽ 4-ാം അധ്യായത്തിൽ 34-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അങ്ങനെ ഗുരു സമീപത്തു നിന്നും നേടിയ ജ്ഞാനത്തെ, ആ ഗുരുവിൽ നിന്നും നേടിയ ആ സൂക്ഷ്മ ജ്ഞാനത്തെ ഉപയോഗിച്ചുകൊണ്ട് പ്രാപ്യന്മാരായിട്ട് തീരുവാനായിട്ട് നമുക്കും സാധിക്കണം. അങ്ങനെ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ നമുക്ക് പരമമായ ജ്ഞാനത്തെ ഉപദേശിക്കുന്നു. എന്തിനാണ് ഈ ജ്ഞാനത്തിൻ്റെ ആവശ്യം, ഉപദേശത്തിൻ്റെ ആവശ്യം? ഈ ഉപദേശത്തിൻ്റെ ആവശ്യം എന്താണ്? നാം എന്തിനാണ് ഈ തത്വദർശികളെ സമീപിച്ച് അവരിൽ നിന്നും ഉപദേശത്തെ തേടുന്നത്? ക്ഷുരസ്യധാര നിശിതം ദുരത്യയാ ദുർഗം പദസ്തത് കവയോ വദന്തി. അതായത് ക്ഷുരകന്റെ കത്തിമുനയിലൂടെ സഞ്ചരിക്കുന്ന അത്രയും വിഷമകരമാണ് ഉപാസനാപാതയിലൂടെ സഞ്ചരിക്കുക എന്നത്. ഉപാസനാപാതയിലൂടെ സഞ്ചരിക്കുന്നത് വളരെയധികം കാഠിന്യമേറിയതാണ്. അപ്പോൾ അതിനുള്ള ഒരു മാർഗദർശനം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നാം വരന്മാരായിട്ടുള്ളവരെ പ്രാപിക്കുന്നു. എന്നിട്ട് വിനയത്തോടും ശ്രദ്ധയോടും കൂടി സംശയ നിവാരണം നടത്തി മുന്നോട്ട് പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ജ്ഞാനം, നമുക്ക് ഉണ്ടാകുന്ന അനുഭൂതികൾ, ഇതെല്ലാം തന്നെ നമുക്കിവിടെ ചിന്തനീയം. അങ്ങനെ ക്ഷുരസ്യധാരയ പോലെയുള്ള ആ നിശിതമായിട്ടുള്ള കഠിനപാതയിലൂടെ സഞ്ചരിക്കുവാനായി നമുക്ക് വ്രതം ആവശ്യമാണ്, ജാഗരണം ആവശ്യമാണ്. എന്തിനാണ് നാം വ്രതത്തെ സ്വീകരിക്കുന്നത്? എന്തിനാണ് വ്രതം? എന്താണ് വ്രതം? ഋതമല്ലാത്തതിനെ, സത്യമല്ലാത്തതിനെ ത്യജിക്കലാണ് വ്രതം. സത്യമല്ലാത്തതിനെ ത്യജിക്കുക. നിത്യം വസ്തു ഏകം ബ്രഹ്മ തദ് വ്യതിരിക്തം സർവം അനിത്യം. നിത്യമായതിനെ സ്വീകരിക്കുക, സത്യമായതിനെ സ്വീകരിക്കുക, അധർമ്മത്തെ കളയുക, ധർമ്മത്തെ സ്വീകരിക്കുക. ഇതെല്ലാം വ്രതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ വ്രതം സ്വീകരിക്കുന്നു. ആ വ്രതത്തിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ നിലനിർത്തിക്കൊണ്ടു പോകേണ്ടതായിട്ടും ഉണ്ട്. വ്രതമല്ലാത്തതിനെ വിട്ട് സത്യമായതിനെ സ്വീകരിക്കുന്നു. വ്രതമല്ലാത്തതിനെ വിട്ട് സത്യമായതിനെ സ്വീകരിക്കുന്നു. അങ്ങനെ പ്രത്യേകമായി പറയുന്നതിന് കാരണമെന്ത്? അനൃതാ മനുഷ്യ, മനുഷ്യന്മാര് പ്രായേണ അസത്യവാദികളാണ്. ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് എത്ര ജ്ഞാനിയായിട്ടുള്ള പരമമായ ജ്ഞാനത്തെ നേടിയിട്ടില്ല എങ്കിൽ എത്ര വലിയ ആളാണെന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നുന്നവരും നല്ലതുപോലെ സന്ദർഭാനുസരണം അസത്യം പറയുന്നവരാണ്. അനൃതാ മനുഷ്യ, മനുഷ്യൻ്റെ ആ ഒരു സ്ഥായിയായിട്ടുള്ള സ്വഭാവം അനൃതമാണ്. ആ മനുഷ്യന് ദൈവത്വത്തിലേക്ക് ഉയരണം, ആ ദൈവികമായിട്ടുള്ള ഭാവത്തിലേക്ക് ഉയരണമെങ്കിൽ ദേവന്മാർ പ്രായേണ സത്യവാദികളാണ്. ആ അനൃതത്തെ വിട്ടുകഴിഞ്ഞാൽ മനുഷ്യർ ആ ദൈവത്വത്തിൻ്റെ ആ തലത്തിലേക്ക് ഉയരുന്നു. അങ്ങനെ ആ ഉയർച്ചയാണ് നമ്മുടെ ലക്ഷ്യം. അനൃത മനുഷ്യ, മനുഷ്യൻ പ്രായേണ അസത്യവാദികളാണ്. അത്തരത്തിൽ ഋതത്തെ വിശേഷ രൂപത്തിൽ സ്വീകരിക്കുന്നതിനെയാണ് വ്രതം എന്ന് പറയുന്നത്. സത്യത്തെ സ്വീകരിക്കൽ. സത്യത്തെ സ്വീകരിക്കുന്നതിന് 3 തലങ്ങളാണ് ഉള്ളത്. ഒന്ന്, അസത്യത്തെ പരിപൂർണമായി ഉപേക്ഷിക്കുന്നു. സത്യത്തെ സ്വീകരിക്കുന്നു. സ്വീകരിച്ച സത്യത്തെ നിലനിർത്തി കൊണ്ടുപോകുവാനും സാധിക്കണം. വ്രതം എന്നാൽ ധാരാളം ഗോതമ്പ് കഞ്ഞി, കുറേ പഴം പുഴുങ്ങിയത്, ഗോതമ്പ് ആഹാരങ്ങൾ, ഇതൊക്കെ കഴിച്ച് വയറ് നിറച്ച് മിണ്ടാതെ ഒരിടത്ത് തൂങ്ങിപ്പിടിച്ച് ഇരിക്കലല്ല വ്രതം. അത് വ്രത ആഭാസമാണ്. വ്രതം എന്നത് സത്യത്തെ സ്വീകരിക്കുന്നതിനെയാണ്, ധർമ്മത്തെ സ്വീകരിക്കലാണ്. ഇത് രണ്ടും
വളരെയധികം വിഷമം പിടിച്ചതാണ്. ക്ഷുരസ്യധാര പോലെയുള്ള ആ വിഷമകരമായ കാര്യങ്ങളാണ് ഇത് രണ്ടും. സത്യത്തെ സ്വീകരിക്കലും ധർമ്മത്തെ സ്വീകരിക്കലും, ഇത് രണ്ടും ചെയ്താൽ മനുഷ്യൻ ദേവതുല്യരായി. അപ്പം അതുകൊണ്ട് വ്രതത്തെ സ്വീകരിക്കുവാനുള്ളതാണ് ശിവരാത്രി വ്രതം എന്നത് പ്രത്യേകമായിട്ട് നാം മനസ്സിലാക്കും. സത്യത്തിലൂടെയുള്ള തീർത്ഥയാത്രയാണ് വ്രതം എന്നത്. യത്തദഗ്രേ വിഷമിവ പരിണാമേ അമൃതോപമ. ആദ്യം ഇത് വിഷമായിട്ട് തോന്നും, പക്ഷേ പതുക്കെ പതുക്കെ അത് അമൃതോപമമായിട്ട് തീരും. അത്തരത്തിലുള്ള വിഷമാണ് ആദ്യമായിട്ട് കാളകൂട വിഷം പൊന്തി വന്നത്. ആ കാളകൂട വിഷത്തെ ഭഗവാൻ പാനം ചെയ്യുന്നു എന്നത് അതിൻ്റെ തപസ്സിൻ്റെ തലമാണ്. ആ തപസ്സിലൂടെ ആ ലോക രക്ഷയ്ക്കായിട്ട് ആ വിഷത്തെ പാനം ചെയ്തു. വിഷത്തെ പാനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഉണ്ടാവുന്നത്? വിഷത്തെ പാനം ചെയ്ത് അതിനെ ദഹിപ്പിച്ചു കളയുന്നു. അതിനെ ദഹിപ്പിച്ചു കളയുമ്പോൾ അതിൻ്റെ പരിണിത ഫലമായി, അതായത് അസത്യം ദഹിച്ചു കഴിഞ്ഞാൽ സത്യം തെളിഞ്ഞു വരും. അങ്ങനെ അമൃത് പുറത്തേക്ക് വരുന്നു. ഓരോ വ്യക്തിയും ഇത് മനസ്സിലാക്കണം. ഭഗവാൻ അമൃതം കാളകൂട വിഷത്തെ പാനം ചെയ്ത് അമൃതിനു വേണ്ടി നമ്മെ സജ്ജമാക്കുന്നു. ആ അമൃതോപമമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി നമ്മെ സജ്ജമാക്കി തീർക്കുന്നു. ഈ വിഷപാനത്തിനുള്ള യോഗ്യതയാണ് വിഷത്വം. അതായത് വ്രതം അനുഷ്ഠിക്കുവാനുള്ള നമ്മുടെ ആ കഴിവാണ് വിഷത്വമായിട്ട്, തപസ്സായിട്ട് നാം സ്വീകരിക്കേണ്ടത്. ആ തപസ്സിലൂടെ നമുക്ക് നടക്കുക. പരമശിവൻ, മംഗളകാരിയായ പരമശിവൻ സത്യത്തിൻ്റെ പാതയിലൂടെ നമ്മെ ഓരോരുത്തരെയും നടക്കുവാനായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്നതല്ല ഈ വ്രതാനുഷ്ഠാനം എന്ന് നമുക്ക് ഓർക്കേണ്ടതാണ്. വ്രതാനുഷ്ഠാനം ഭക്ഷണത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാൽവയ്പിലും നമുക്ക് ഈ വ്രതാനുഷ്ഠാനം സാധ്യമാകണം. സത്യത്തെ സ്വീകരിക്കുക, അസത്യത്തെ വിട്ടുകളയുക, ഇത് നമുക്ക് സാധ്യമാകണം എന്നുള്ള പ്രാർത്ഥനയോടെ മഹാകുംഭമേളയുടെ ഈ അവസരത്തിൽ ഈ അതിവിശിഷ്ടമായ അത്യപൂർവമായ ഈ ശിവരാത്രി നിങ്ങൾക്കെല്ലാം മംഗളകരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മാതാജി ദേവി സംഗമേശാനന്ദ സരസ്വതി, ശ്രീ സംഗമേശാനന്ദ വേദിക് ഫൗണ്ടേഷൻ ഇരിഞ്ഞാലക്കുട, ശ്രീ രുദ്രാപീഠം മഠാധിപതി, എല്ലാവർക്കും മംഗളത്തെ പ്രദാനം ചെയ്യാൻ സദാശിവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പരാം എന്ന കണക്കിൽ ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ ഈ വാക്കുകളെ സമർപ്പിക്കുന്നു. ഈ ശിവരാത്രി എല്ലാവർക്കും എല്ലാ മംഗളങ്ങളെയും പ്രദാനം ചെയ്യട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മംഗളം. ശിവോഹം ശിവോഹം ശിവോഹം